Hello friends, welcome back to the channel. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ കുറച്ച് ടിപ്സ്, ട്രിക്സ്, പിന്നെ ഒരു അൽഗോറിതമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അൽഗോറിതം അധികം ആൾക്കാർക്കും കൂടുതൽ ആൾക്കാർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയണവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും വീഡിയോ ഫുള്ള് കാണാം. കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത കുറച്ച് ടിപ്സ്, ഫീച്ചേഴ്സ്, ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ആ ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഗൈസ്, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. സമയങ്ങളില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിക്ക് എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ സ്റ്റോറീസ് നമ്മൾക്കിപ്പോൾ അവരറിയാണ്ട് തന്നെ നമ്മൾ കാണണം എങ്ങനെയെന്നാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളെ ഫീഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പോൾ നെറ്റ് അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ വൈഫൈ ഓഫ് ചെയ്തിടുക. പിന്നെ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആരെ സ്റ്റോറിയാണ് നിങ്ങൾക്ക് കാണുന്നത് ചിലർക്ക് കാണാം, എല്ലാവരുതാണെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിയുക. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ളവരുടെ സ്റ്റോറി നിങ്ങൾക്ക് അവരെ ഇതിൽ വ്യൂ കയറിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് സ്റ്റോറീസൊക്കെ കാണാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് വർക്ക് ആവുണ്ടാന്ന് നോക്കണമെങ്കിൽ ഇപ്പോൾ 2 അക്കൗണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ സ്റ്റോറി ഇട്ടിട്ട് അങ്ങനെ നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് വർക്കായില്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും വർക്കാവും. സോ ചില ഫോണിൽ സപ്പോർട്ട് ആയില്ലെങ്കിൽ, നിങ്ങൾ ഫോണിൽ വർക്ക് ആയില്ലെങ്കിൽ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ്വർക്ക് ഓടുന്നുണ്ടെങ്കിൽ വർക്കാവാൻ സാധ്യതയില്ല. സോ അങ്ങനെ ആവുകയാണെങ്കിൽ insta.view.me എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്. സോ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആരെ സ്റ്റോറിയാണ് കാണുന്നത് വെച്ചാൽ അവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റോറി വ്യൂ ചെയ്യാനും പറ്റും, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതൊരു നല്ല ട്രിക്കാണ്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോണസ് കൂടി ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിക്കല്ല, ഒരു കാര്യമാണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ അൽഗോരിതമാണ് പറയാനുള്ളത്. സോ നമ്മളിപ്പോൾ നോർമലി ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ സ്റ്റോറി വ്യൂസ് കൗണ്ട് ആവുന്നത് 50 വ്യൂസ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിലാണ്. ഇപ്പോൾ ആരാണ് ലാസ്റ്റ് വ്യൂ കണ്ടതാണ്. പക്ഷേ 50 കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആരെ സ്റ്റോറി ഇടുന്നു വെച്ചാൽ അവർക്കൊരു ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ 50 വ്യൂസിന് മേലെ പോയാൽ നിങ്ങളിപ്പോൾ അൽഗോരിതം യൂസ് ആവണ കാരണം നിങ്ങളെ സ്റ്റോറി ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ പേര് അവരെ സെർച്ച് ബാറിൽ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ഫസ്റ്റ് 3 ആൾക്കാരുണ്ടാവുക. ഫസ്റ്റ് 3 ആൾക്കാർ എപ്പോഴും നിങ്ങൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുക, നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഫസ്റ്റ് 3 ആൾക്കാർ. ഫസ്റ്റുള്ള വ്യൂസിൽ 50 വ്യൂസിന് ശേഷം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഉണ്ടാവണ 3 ആൾക്കാർ ഇതേപോലെ നിങ്ങൾ ഫോട്ടോസ് ലൈക്ക് ചെയ്യണത്. ഇപ്പോൾ എപ്പോഴും ഇതേപോലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. ഫസ്റ്റുള്ള 3 ആൾക്കാർ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. 50 വ്യൂസിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓർഡർ തെറ്റിയിട്ടുണ്ടാവും. സോ ഫസ്റ്റുള്ള 3 ആൾക്കാർ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെ പ്രൊഫൈൽ കൂടുതൽ നേരം വിസിറ്റ് ചെയ്യണവർ നിങ്ങളെ സെർച്ച് ബാറിൽ, ഇപ്പോൾ അവരെ സെർച്ച് ബാറിൽ നിങ്ങളുടെ പേരുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി കൂടുതൽ നേരം കാണുന്നവർ, ലൈക്ക് ഇടുന്നവർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഫസ്റ്റ് 3 ആൾക്കാർ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും, കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടും കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ട്രിക്കും കൂടിയാണത്. അപ്പോൾ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അയച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അയച്ച് അതപ്പോൾ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അവർക്ക് ഫോട്ടോ നീ കണ്ടപ്പോൾ തന്നെ പോയിണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് അൺസെൻഡ് ചെയ്യാൻ പറ്റും. അത് എത്ര വർഷമാണെങ്കിലും എത്ര സെക്കൻഡ് ആണെങ്കിലും നമുക്ക് ആ ഒരു മെസ്സേജ് അയച്ചാൽ അതപ്പോൾ തന്നെ അൺസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഈ ഒരു ഫീച്ചർ കാരണം കുറേ തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഫോട്ടോ അയച്ചു തന്നിട്ട് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പ് പോലെ ഒന്നല്ലേ, വന്നാൽ ഗാലറിക്ക് വരില്ല, അവിടെ തന്നെ എടുക്കും. നമ്മളിപ്പോൾ വേണമെങ്കിൽ സേവ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷനുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അയച്ചെന്നപ്പോൾ തന്നെ അൺസെൻഡ് ചെയ്താൽ നമുക്ക് ഫോട്ടോ കാണാനും പോലും പറ്റില്ല. സോ ഇങ്ങനെ വരുമ്പോൾ കാണാൻ ഇങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിനായി നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാ സേവർ എന്നാണ് ആപ്പ്, എൻ്റെ പേര്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഹോം പേജിൽ തന്നെ എത്ര ആൾക്കാർ നമ്മളിപ്പോൾ മെസ്സേജ് വന്നിട്ട് ഡിലീറ്റ് ആക്കിയുള്ള മെസ്സേജും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ടാവും. ഫോട്ടോ അയച്ചു തന്നിട്ട് അവരെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയാൽ പോലും ആ ഫോട്ടോ അല്ലെങ്കിൽ മെസ്സേജ് പോലും നിങ്ങൾക്ക് പോവില്ല. സോ ഒരു ബ്ലോക്ക് ചെയ്താലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക.
ഒരു നല്ല ട്രിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളൊരു അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞൊരു ബോണസ്, അപ്പോൾ ഒരു യൂസിൽ നിങ്ങൾക്ക് പല യൂസും കിട്ടുന്ന ഒരു ട്രിക്കാണ്. സോ അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാൾ തന്നെ നമ്മളെ സ്റ്റോറി കാണാൻ നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്റ്റോറി ഇടുന്നു, പക്ഷെ അയാൾ കാണുന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, അവരറിയാണ്ട് തന്നെ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാണാമെന്നുള്ള ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ സ്റ്റോറി കാണാത്ത ആളായാലും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആൾ ഓൺലൈനിൽ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ നിർബന്ധമായി അവരെന്തായാലും സ്റ്റോറി കണ്ടിരിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നിങ്ങളെ ഒരു സ്റ്റോറി ഇടുമ്പോൾ അവരെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഭയങ്കര സ്മോളാക്കിയിട്ട് വല്ല ഇമോജി കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അത് നമ്മളിപ്പോൾ സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പോൾ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവും നിങ്ങളൊരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അവർ പോയാൽ മനസ്സിലാവും മെൻഷനൊന്നും കാണില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് എന്തായാലും അവർ കാണുകയും ചെയ്യും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റോറി വ്യൂസ് കൂട്ടാനും ഇത് സഹായിക്കും. കുറേ ആൾക്കാർ, എത്ര ആൾക്കാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് ഭയങ്കര ചെറുതാക്കിയിട്ട് വല്ല ഇമോജിയാ അതേപോലെയൊക്കെ കൊടുത്തിട്ട് സ്റ്റോറി സെൻഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹാഷ്ടാഗൊക്കെ യൂസ് ചെയ്താലും കൂടുതൽ ആൾക്കാർ കാണാനും സാധ്യതയുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറി വ്യൂസ് കൂട്ടാൻ ഇതൊരു ഭയങ്കര നല്ലൊരു ട്രിക്കാണ്. എന്തായാലും ട്രൈ ചെയ്യുക. 2 യൂസുള്ള ട്രിക്കാണ്, ഭയങ്കര എളുപ്പമായിട്ടുള്ളതാണ്. ജസ്റ്റ് കുറച്ച് നേരം ടൈപ്പ് ചെയ്തിരിക്കേണ്ടി വരും, ഹാഷ്ടാഗും ആൾക്കാരെ മെൻഷൻ ചെയ്യുമ്പോഴൊക്കെ. എന്നാലും നമുക്ക് സ്റ്റോറി വ്യൂസ് കാര്യങ്ങളൊക്കെ നല്ല റീച്ചിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് 50 വ്യൂസ് വന്നിട്ടില്ല എങ്കിൽ, സോ 50 വ്യൂസ് പോലും വരുന്നില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് 50 വ്യൂസ് ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആരൊക്കെയാണ് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ നമ്മളെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടെത്താനും പറ്റും. എന്തായാലും ട്രൈ ചെയ്യുക, ഒരു നല്ല ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യലായിട്ട് ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫുള്ള് ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൊത്തം ഡാർക്കായിട്ട് ഒരു നല്ലൊരു തീമിലേക്ക് മാറുന്നൊരു സെറ്റപ്പാണ് ഡാർക്ക് മോഡ്. സോ ഇത് എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒന്ന് ആൻഡ്രോയിഡ് 10 ആവണം അല്ലെങ്കിൽ 9 ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റ് മോഡ് അല്ലെങ്കിൽ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ബാർന്ന് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നൈറ്റ് മോഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഫോൺ നൈറ്റ് മോഡ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും നൈറ്റ് മോഡാവും. സോ ഒരു നല്ല ട്രിക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡാർക്ക് മോഡൊക്കെ ഭയങ്കര കുറേ ആൾക്കാർ കാത്തിരിക്കുന്നൊരു കാര്യം ഡാർക്ക് മോഡ്. അതിപ്പോൾ കുറേ ആൾക്കാർ GB ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ അത് സേഫ് അല്ല. ഞാൻ എന്തായാലും അങ്ങനത്തെ ആപ്പ് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ആൻഡ്രോയിഡ് 10 അല്ലെങ്കിൽ 9 ഉള്ളവർ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനടിയിലാണെങ്കിൽ, ഇപ്പോൾ 5-ന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ, 5, 6, 7, 8 വരെയുള്ള ആൾക്കാരാണ് ആൻഡ്രോയിഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് മോഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നൈറ്റ് മോഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ അവിടെയും കിട്ടുന്നതാണ്. സോ ഒരു നല്ലൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ. കുറച്ച് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. വോയിസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ആ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ട്രിക്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ട്രിക്കാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. അതേപോലെ തന്നെ ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് പോലെ അൽഗോരിതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.